ഇന്ന് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വേദഭാഗം ഇരമ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. അതുകൊണ്ട് പൂർണ്ണമായും വായിച്ചോ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവായു വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവെ, നല്ല സമയത്തിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാനും പാട്ടുകൾ പാടി തിരുനാമത്തെ സ്തുതിക്കുവാനും ദൂതന്മാർ ആരാധിക്കുന്ന കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സ്തുതിക്കുവാൻ തക്കവണ്ണം തിരുമേനി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങൾ വായിച്ച ഈ വേദഭാഗത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ കൃപയും സമാധാനവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവെ, ഈ വചനം ശ്രവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ, അത് പറയുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ തന്ന കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കണം. സത്യത്തിന്റെ വചനം, ജീവനും ചൈതന്യവുമുള്ള യേശു കർത്താവിന്റെ വചനം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ അതേ പരിണമിക്കുവാൻ തക്കവണ്ണം തിരുമേനി അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമുഖം എടുക്കണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഈ വാക്യം ഇരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ കുട്ടികൾക്ക് പോലും നല്ല പരിചയമുള്ള ഒരു വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മലയാളത്തിൽ നമ്മൾ വായിച്ചു. ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. അല്പ വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ, അതുകൊണ്ട് ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. എന്നിട്ട് ഇംഗ്ലീഷ് ബേസ് ചെയ്തായിരിക്കും ഞാൻ എൻ്റെ മെസ്സേജ് പറയുന്നത്. ഓക്കെ. This is what the Lord says. When 70 years are completed for Babylon, I will come to you and fulfill my gracious promise to bring you back to this place. For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future. ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്റർപോലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജനം ബാബിലോൺ പ്രവാസത്തിൽ കഴിയുന്ന കാലം 70 വർഷത്തേക്ക് വേണ്ടി ദൈവം തൻ്റെ നിത്യമായ പ്ലാൻ അനുസരിച്ച് അവരെ അങ്ങോട്ട് അയക്കുകയും കറക്റ്റീവ് സർവീസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ഏകദേശം ആ 70 വർഷം കഴിയുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ 70 വർഷത്തിന്റെ പ്രവാസകാലം നടക്കുന്ന സമയത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ട പലരും പ്രായമുള്ളവരായി മാറി, അവർക്ക് മക്കളുണ്ടായി, വിവാഹം കഴിഞ്ഞു, വീട് വെച്ചു, തോട്ടമുണ്ടാക്കി എന്നിങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇരമ്യാവ് ഒരു ലേഖനം, അതായത് പ്രവചന ലേഖനം എഴുതുകയാണ്. ഈ ജനം പ്രവാസത്തിൽ കഴിയുമ്പോൾ അവരോട് പറയുവാൻ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ ഈ വാക്ക് തന്നെ ഓൾമൈറ്റി എന്ന് പലവട്ടം ആ വാക്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. സർവശക്തനായ ദൈവം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരമ്യാവ് ഈ സന്ദേശം പ്രവാസത്തിൽ കഴിയുന്നവരോട് അറിയിക്കുകയാണ്. ആ മെസ്സേജ് എന്താന്ന് വെച്ചാല്, ദിസ് ഈസ് വാട്ട് ദ ലോർഡ് സേസ്, 70 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിസിറ്റ് ചെയ്യും. ഇതാണ് ആ വിസിറ്റിൽ ഉണ്ടായിരിക്കുന്ന രത്ന ചുരുക്കം എന്നുള്ളതാണ്.
ഈ നമ്മുടെ COVID-19 പാൻഡമിക് ഹിറ്റ് ചെയ്ത് ലോകത്തെ മൊത്തം സ്തംഭിച്ച് അല്ലെങ്കിൽ മൊത്തം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് ലോക്ക്ഡൗൺ ആണ്. സോ it's a very tough situation that the whole world is going through. ഈ സാഹചര്യത്തിൽ ഞാൻ ലിൻസൺ ബ്രദർ കുറച്ച് നാളത്തേക്ക് മുന്നേ പറഞ്ഞതാണ് ഇങ്ങനൊരു മീറ്റിംഗ് വരുന്നുണ്ട്. ആ നാൾ മുതൽ നിങ്ങളോട് ഞാൻ എന്താ സംസാരിക്കേണ്ടത് എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയും ചെയ്തപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചിന്ത ഇതാണ്: ടഫ് ക്രിട്ടിക്കൽ ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ഓഫ് ലൈഫ് നമ്മൾ എങ്ങനെ ദൈവത്തെ ഫോളോ ചെയ്യാൻ നമുക്ക് കഴിയും? സോ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ടഫ് സിറ്റുവേഷൻസ് കടന്നു വന്ന സമയത്ത് ചിലര് ദൈവത്തെ പാടി ആരാധിച്ച് ആശ്വാസം പ്രാപിച്ചു. മറ്റു ചിലര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ചു. മറ്റു ചിലര് ദൈവാലയത്തിലേക്ക് അല്ലെങ്കിൽ സിറ്റി ഓഫ് റെഫ്യൂജിലേക്ക് ഓടി അവിടെ ആശ്രയം പ്രാപിക്കുന്നു. എന്നിങ്ങനെ ഒരുപാട് നിലകളിലാണ് ഓരോ വ്യക്തികളും ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ yet another way to come to the presence of God, continue to pursue or endure through the troubles of life, is holding on to the gracious promise of God. അപ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചിലർക്ക് ടോപ്പിക് വേണം, ചിലർക്ക് ടോപ്പിക് വേണ്ട. വേണമെന്നുള്ളവർക്കും വേണ്ടാത്തവർക്കും കൂടെ ഒരു ചെറിയൊരു ടോപ്പിക് ഞാൻ പറയാണ്. അത് ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. The gracious promise of God, or God's gracious promise. ദൈവത്തിന്റെ കൃപയുടെ വാഗ്ദത്തം. അത് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുമ്പോൾ ഏത് പ്രശ്നത്തിന്റെ നടുവിലൂടെ നമുക്ക് കടന്നു പോകേണ്ട ശക്തി ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് രാത്രികാലം ഞാൻ നമ്മളോട് ഷെയർ ചെയ്യുവാൻ പോകുന്ന വിഷയം. മലയാളത്തിൽ ആ 11ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനമെന്നാണ്. NIV ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് മൈ ഗ്രേഷ്യസ് പ്രോമിസ് എന്നാണ്. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് മൈ ഗുഡ് പ്രോമിസ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ടഫ് സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ കൊറോണ വൈറസിന്റെ സാഹചര്യം ഓസ്ട്രേലിയയിലും മറ്റു രാജ്യങ്ങളിലും ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയ മച്ച് ബെറ്റർ ആണ്. വിക്ടോറിയ ലോക്ക്ഡൌൺ ആയി, പക്ഷെ എങ്കിലും വി ആർ ഡൂയിങ് വെരി വെൽ കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഈ സിറ്റുവേഷനിൽ പലർക്ക് ജോലി പോയി, പലർക്ക് സാമ്പത്തികമായി സ്ട്രഗിൾ വന്നു, മറ്റു പലർക്ക് ലോസ് വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ചിലർ സ്റ്റക്കായി പോയി, ചിലർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തെ കൂടുതലായി ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ, എൻ്റെ ജോലി, എൻ്റെ മോർഗേജ്, എൻ്റെ കുട്ടികളുടെ ഭാവി, അവരുടെ HSC എക്സാം എന്നിങ്ങനെ 120 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. തിങ്ക് അബൌട്ട് ദിസ്. 70 വർഷം കാരാഗ്രഹം എന്ന പോലെ പ്രവാസത്തിൽ കഴിയുന്ന, സ്വന്തം നാടല്ലാത്ത അന്യദേശത്ത് അടിമകളെ പോലെ കഴിയുന്ന ഒരു കൂട്ടം ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങൾ സറണ്ടർ ചെയ്യരുത്. Hold on to the good promises. Hold on to the gracious promise that I have. നമ്മൾ എന്താണ് ഹോൾഡ് ഓൺ ചെയ്യുന്നത്? നമ്മുടെ ദുഃഖം, നമ്മുടെ നിരാശ. ഞാനും അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങൾ, ട്രെയിനിൽ കയറുമ്പോൾ എന്താണ് പ്രശ്നം, അവിടെ ടച്ച് ചെയ്താൽ എന്താണ് പ്രശ്നം, സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്ന, എല്ലാം വേണം കേട്ടോ. പക്ഷേ നമ്മളെ കൂടുതൽ ചിന്തിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ്. നാളത്തെ അസാധ്യങ്ങൾ, നാളത്തെ നെഗറ്റീവായ പോസിബിലിറ്റീസ് നമ്മൾ ചിന്തിച്ച് ദുഃഖിച്ച് വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം ശ്രദ്ധിക്കുക. ഹോൾഡ് ഓൺ
to the gracious promises of God which are good. ഇന്ന് രാത്രികാലം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Hold on to the gracious promises of God. Hold on to the good promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അചഞ്ചലമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിത്യമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവന്റെ പ്ലാൻ അനുസരിച്ചുള്ളതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാണ്. ദൈവം വാക്ക് പറഞ്ഞുവെങ്കിൽ അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും മാറ്റമില്ലാത്ത അനന്യനായിരിക്കുന്നത് കൊണ്ട് അവന്റെ നല്ല വാഗ്ദത്തങ്ങളിൽ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യുവാൻ സാധ്യതയുണ്ട്. Praise the Lord. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, hold on to the gracious promise of God. എന്തുകൊണ്ടാണ് ദൈവം ഈ ജനത്തോട് പറയുന്നത് ഇത് ഗ്രേഷ്യസ് പ്രോമിസ് ആണ്, ഇല്ലെങ്കിൽ ഇത് നല്ല പ്രോമിസ് ആണ്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇനി പറയുന്ന 6 കാര്യങ്ങൾ ഈ പ്രോമിസിന്റെ അകത്ത് ദൈവം ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 6 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവത്തിന്റെ ഗ്രേഷ്യസ് പ്രോമിസ് ആയി നിൽക്കുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ ഗുഡ് പ്രോമിസ് ഒരു ഗുഡ് പ്രോമിസ് ആയി നിൽക്കുന്നു? അതിന് 6 കാരണങ്ങൾ. ഫസ്റ്റ്, എന്തുകൊണ്ട് ദൈവത്തിന്റെ ഗ്രേഷ്യസ് പ്രോമിസ് ഗുഡ് പ്രോമിസ് എന്ന് ചോദിച്ചാൽ, ഇതൊരു പാക്കേജ്. ആക്ച്വലി ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ രക്ഷ, ഇതെല്ലാം ഒരു പാക്കേജാണ്. ആ പാക്കേജിന്റെ അകത്ത് പല കോമ്പണൻസ് ഉണ്ട്. അതുപോലെ ഈ ഗുഡ് പ്രോമിസ് ആയ ദൈവത്തിന്റെ ജനത്തിന് കൊടുത്ത ഈ പ്രോമിസിൽ 6 കോമ്പണൻസ് ദൈവം ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ പ്രോമിസ് കൊടുക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ കോമ്പണന്റ് ഇതാണ്: ദിസ് പ്രോമിസ് comes with a plan. It comes with a decisive, precious and a precise plan of God. നമുക്ക് വായിക്കാം 11ാം വാക്യം, 29ന്റെ 11. വചനം പറയുന്നത് എങ്ങനെയാണ്? For I know the plans I have for you. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതെന്ന് ഞാൻ അറിയുന്നു. അത് KJV ട്രാൻസ്ലേഷൻ. I know the thoughts I have for you, says the Lord, declares the Lord. ഇവിടെ NIV പറഞ്ഞിരിക്കുന്നത് I know the plans I have for you. ദൈവത്തിന്റെ ഗ്രേഷ്യസ് പ്രോമിസിന്റെ ഒന്നാമത്തെ കോമ്പണന്റ്, എ പ്ലാൻ ഫോർ യു. അപ്പൊ ദൈവജനത്തോട് പറയുകയാണ്, ബാബിലോണിലായിരിക്കുന്ന ദൈവജനത്തിനോട് പറയാണ്, നിങ്ങൾ പേടിക്കരുത്, സറണ്ടർ ചെയ്യരുത്, ഹോൾഡ് ഓൺ ടു ദ പ്രോമിസ്, ഹോൾഡ് ഓൺ ടു ദ വാഗ്ദത്തം. ഒരിക്കലും നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ കോണ്ടെക്സ്റ്റിന് നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തരുത്. പ്രത്യുത വരുവാനുള്ള മഹത്വത്തിന്റെ ഫുൾഫിൽമെന്റ് ആയ ആ പ്രോമിസിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ അറിയുക, ദൈവം നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായി ദൈവം നിങ്ങൾക്ക് നൽകി തന്ന, കൽപ്പിച്ചു തന്ന ദൈവിക പ്ലാൻ നിങ്ങൾ ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ പ്ലാനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻ നിത്യമായതാണ്. ഒരു ഡെഫിനിഷൻ പറയുന്നത്, God's plan simply means He plans, He purposes and executes everything that comes to pass. ഈ പ്രപഞ്ചത്തിൽ കടന്നു വരുന്ന, സംഭവിക്കാവുന്ന സകലവും സർവശക്തനായ ദൈവം പ്ലാൻ ചെയ്ത്, പർപ്പസ് ചെയ്ത്, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇതുവരെയും നമ്മൾ കടന്നുപോയതും ദൈവത്തിന്റെ ജനം ബാബിലോണിൽ കടന്നു പോകുന്നതും
നമ്മൾ ദൈവത്തിന്റെ ജനമായിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ കടന്നു പോകുന്നതും കടന്നു പോകുവാനിരിക്കുന്നതും അനുഭവിക്കുവാനിരിക്കുന്നതും നന്മയും തിന്മയും ദുഃഖവും നിരാശയും എല്ലാം ദൈവത്തിന്റെ കൃപയുടെ പാക്കേജാണ്. പണ്ട് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജില് ഈ ജോഷി ഇവരൊക്കെ കൂടെ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തില് ഞങ്ങളെ തിയോളജി പഠിപ്പിക്കാൻ TM സൈമൻ എന്ന് പറയുന്ന ഡൽഹിയിലൊരു മലയാളി സാറാണ്. വളരെ വളരെ നല്ലൊരു ദൈവദാസനാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം അദ്ദേഹം ഒരിക്കലേ ക്ലാസ്സിന് വരുന്ന കൂട്ടത്തിൽ പുള്ളിക്കൊരു ആക്സിഡന്റ് ആയി വഴി കിടന്നിട്ട് ഈ ജോയിയാറും എല്ലാവരും കൂടെ പോയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോ മുഖം എല്ലാം ഇങ്ങനെ ബ്ലഡ് ഒഴുകുമ്പോഴത്തേക്കും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അപ്പച്ച എന്തു പറ്റി എന്ന് ചോദിച്ചോ. പുള്ളി എന്താ എടുത്ത വായിക്ക് എന്താ പറയുന്നതെന്ന് അറിയാമോ? ദിസ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദിസ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ഇന്ന് നമ്മൾ പോകുന്ന നല്ലതും തിന്മയുമായ അല്ലെങ്കിൽ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ, ലോക്ക്ഡൌൺ, ഫ്ലൈ ചെയ്യാൻ പറ്റായ്മ, വീട്ടിൽ പോകാൻ പറ്റായ്മ, അങ്ങനത്തേതായ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ഫൈനാൻഷ്യൽ ലോസ്, ഇതെല്ലാം നമ്മൾ ദൈവത്തിന്റെ പ്ലാനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പൈതലേ ഞാൻ പറയട്ടെ, എല്ലാറ്റിനും അർത്ഥമുണ്ട്, എല്ലാറ്റിനും അതേ ഉദ്ദേശങ്ങളുണ്ട്, എല്ലാറ്റിനും ദൈവത്തിന്റെ മഹത്വമുണ്ട്. അത് വെളിപ്പെടുവോളം നമ്മള് ദൈവത്തിന്റെ സ്ഥിതിയിൽ ഹോൾഡ് ഓൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നറിയാമോ? ജോസഫിന്റെ കഥയാണ്. ജോസഫ് ആകെ ചെയ്ത ഒറ്റ തെറ്റെന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദർശനം പ്രാപിച്ചു പോയെന്നുള്ളതാണ്. അപ്പനോട് പറഞ്ഞു, അപ്പൻ സ്കോൾഡ് ചെയ്തു. അമ്മയോട് പറഞ്ഞു, അമ്മ സ്കോൾഡ് ചെയ്തു. സഹോദരങ്ങളോട് പറഞ്ഞു, സഹോദരങ്ങൾ ഹേറ്റ് ചെയ്തു. അവസാനം ചവിട്ടിക്കൂട്ടി എവിടെ ഇട്ടു? പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് എടുത്ത് വിറ്റു. ഈജിപ്തിൽ വന്നു. പിന്നെ ചെയ്യാത്ത കുറ്റത്തിനുള്ള പഴി എല്ലാം പോട്ടെ. അവസാനം കുണ്ടറയിൽ കിടക്കുമ്പോൾ കപ്പ് ബെയറർ പറഞ്ഞു, ഞാൻ നിന്നെ പ്രസന്റ് ചെയ്യും, കിങ്ങിന്റെ മുന്നേക്ക് പറയും. കാലങ്ങൾ കഴിഞ്ഞുപോയി, അവനൊന്നും മിണ്ടുന്നില്ല. പിന്നെ ദൈവം രാജാവിനെ ഓർപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം കടന്നു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ദൈവപുരുഷനായ ഈ മനുഷ്യൻ ജോസഫ് ഇതെല്ലാം കടന്നു പോകുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഞാനായിരുന്നെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ: ദൈവമേ, നീ കളിക്കുവാണോ? കർത്താവെ, നീ തമാശ കാണിക്കുവാണോ? ദൈവമേ, നീ കാണുന്നില്ലേ? ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. കാണുന്നവൻ കല്ലെറിയുമ്പോൾ എന്താ കർത്താവ് ഇവിടെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വർഷം കുറച്ചെടുത്തു. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, സഹോദരന്മാര് കടന്നു വരുമ്പോൾ, താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ, അവർ ഭീരുക്കളായി ഭയപ്പെട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ, യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ തിന്മയ്ക്കായി ചെയ്തതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റി തീർത്തു. അതാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇന്ന് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട്, ആ സർക്കംസ്റ്റാൻസിൽ നിന്നുകൊണ്ട് ഒരിക്കലും നീ ചോദിക്കരുത്, കർത്താവേ, ഇതിന്റെ അർത്ഥം എന്താണ്? കർത്താവേ, ഈ പ്ലാനിന്റെ അവസ്ഥകളും ഘടകങ്ങളും അതേ ഫ്യൂച്ചറും എന്താണെന്ന് നീ ചോദിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ hold on to the good promise of God. Hold on to the faithfulness of God. Hold on to the truthfulness of God. He is trustworthy. He is able to fulfill the gracious promise that he gave you. ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ബേസ് ചെയ്ത് നമുക്കൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചിലരൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ച് ദൈവം നമ്മളോട് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ദൈവമക്കളെ. ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഉലക സ്ഥാപനത്തിന് മുൻപേ, അതേ ഈ ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുൻപേ, ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ട നാളിൽ സകല പാവങ്ങൾക്ക് വേണ്ടി, മാനവരാശിയുടെ പാവങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിൽ ഉള്ളടക്കം ചെയ്തിരുന്ന ദൈവിക പ്ലാനിൽ ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുൻപ്, അഖിലാണ്ട ഘടകങ്ങൾ ഉളവാകുന്നതും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുൻപ്
ദൂതന്മാരെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ്, ആദമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഏദം തോട്ടത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് നിന്നെയും എന്നെയും പേർ ചൊല്ലി വിളിച്ച് തന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു, മകനെ മകളെ, നിനക്ക് വേണ്ടത് ഞാൻ കരുതിയിട്ടുണ്ട്, നീ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസ്ഥകളൊന്നും എനിക്കറിയത്തില്ല, ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം നിങ്ങൾ കടന്നു പോകുന്നത് നല്ലതല്ലെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾ കടന്നു പോകുന്നത് ശുഭമായിട്ടുള്ളതല്ലെങ്കിൽ അത് ദൈവത്തിന്റെ പ്ലാനാണ്. ഓർക്കുക, all that we need to do is hold on to the promise of God. It has a plan. It has a plan. The plan never changes. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ വിഷയം, ദൈവത്തിന്റെ പ്ലാൻ is a plan of grace. അപ്പം ദൈവത്തിന്റെ ഗ്രേഷ്യസ് പ്രോമിസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ആ ദൈവത്തിന്റെ പ്ലാൻ രണ്ടാമത്തെ ഘടകമായി മാറുമ്പോൾ ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗ്രേസ്. നോക്കിക്കേ, 10ാം വാക്യം നമുക്ക് വായിക്കാം. 70 വർഷം, അല്ലെങ്കിൽ this is what the Lord says, when 70 years are completed for Babylon, I will come to you and I will fulfill my gracious promise and I will bring you back to this place. Now ഓർക്കുക, പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുന്നത്, നല്ലത് വന്നാലും അല്പ പ്രശ്നങ്ങൾ വന്നാലും ഞെരുക്കം വന്നാലും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് പറയുക, പെട്ടെന്ന് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അയ്യോ പാസ്റ്ററുടെ പ്രാർത്ഥന അല്പം കുറവാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അയ്യോ എന്റെ പേരൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ അവര് പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ പിള്ളേർ വഴിതെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവം. അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്ന ഒരു മനോഭാവമുള്ളവരാണ് മനുഷ്യരല്ലേ. ഇവിടെ നോക്കണേ, ദൈവത്തിന്റെ പ്ലാൻ ദൈവം ബേസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം മൊത്തം വായിക്കുകയാണെങ്കിൽ God does everything to the pleasure of his will എന്നാണ് എഴുതിയിരിക്കുന്നത്. He works everything according to his plan എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചാല്, Blessed be the Father of our Lord Jesus Christ, who in Christ Jesus blessed us with all the spiritual blessings in the heavenly places എന്ന് പറഞ്ഞിട്ട് അവൻ ഉലക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ തെരഞ്ഞെടുത്തു, ഉലക സ്ഥാപനത്തിന് മുൻപേ പ്രീഡസ്റ്റൈൻ ചെയ്തു, ഉലക സ്ഥാപനത്തിന് മുൻപേ അഡോപ്റ്റ് ചെയ്തു, ഉലക സ്ഥാപനത്തിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നത് എല്ലാം ക്രിസ്തയേശുവിലുള്ള ദൈവത്തിന്റെ നിർണയപ്രകാരം അവന്റെ പ്ലഷറിന് വേണ്ടിയിട്ട് അവന്റെ വില്ലിന്റെ അടിസ്ഥാനമായി ദൈവം എല്ലാം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ നിയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ വില്ലും ദൈവത്തിന്റെ പ്ലഷറും അനുസരിച്ചാണ്. ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഗ്രേസ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഐ വിൽ കം. നമ്മളൊരു റെഡിമെയ്ഡ് ലോകത്ത് ജീവിക്കുന്നവരാണ്. ടെക്നോളജിക്കലി നമ്മളെല്ലാം ഇൻസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ തന്നെ നോക്ക്, ട്രിവാൻഡ്രത്തിരിക്കുന്ന ഒരാള് വേറെ ഏത് ലോകത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബ്രിസ്ബെയിൻ ഇരിക്കുന്ന നിങ്ങള്, സിഡ്നിയിൽ ഇരിക്കുന്ന ഞാന് എന്നിങ്ങനെ പലരും പലയിടത്ത് ഇരുന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ഈ ചെറിയൊരു ഇന്റർനെറ്റ് എന്നുള്ള സംഗതിയിലൂടെ, ഇന്റർനെറ്റ് എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല കേട്ടോ, ഇന്റർനെറ്റ് എന്നുള്ള സംഗതിയുടെ ക്ലൗഡിലൂടെ എന്നൊക്കെയാ പറയുന്നത്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ചില പൈറ്റിക്കാർക്കൊക്കെ അറിയാമായിരിക്കും. എനിവേ, അതിലൂടെ എന്താണ്ടോ ഒരു സൂത്രം, അതിലൂടെ നമ്മൾ ലോകത്തെ മൊത്തം ഒരുമിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, അത്ര ചെറുതായിട്ടുള്ളൊരു ലോകമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ആ ലോകത്തിന്റെ മേൽ ഒരു കടാക്ഷം കാണിക്കുവാൻ ദാവീദ് പറഞ്ഞതല്ലോ, കർത്താവേ നീ മനുഷ്യപുത്രനെ ഓർക്കുവാൻ എന്തുമാത്രം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് വലിയൊരർത്ഥമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ദൈവം മനുഷ്യപുത്രനെ ഓർത്തപ്പോൾ മനുഷ്യപുത്രനിലെ നന്മയല്ല അവൻ തിരിച്ചറിയുവാൻ ശ്രമിച്ചത്. മനുഷ്യപുത്രനിലെ നന്മ ദൈവം തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുവാൻ നോക്കുവാണെങ്കിൽ ഈ ലോകത്തൊന്നും ഉണ്ടാകത്തില്ല. All that we are is evil. All that we are is selfish. All that we are is sinful. All that we are is egoistic. But the Lord is graciously putting his eye upon me. നിങ്ങൾക്ക് അറിയാമോന്ന് അറിയത്തില്ല, എന്റെ പേരിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, സേവ്യർ ലക്ഷ്മണൻ എന്നാണ് എന്റെ പേര് അല്ലെ.
സേവിയർ കാത്തലിക് നെയിമാണ്, ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഹിന്ദു നെയിമാണ്. എൻ്റെ അമ്മ കാത്തലിക്കും പപ്പ ഹിന്ദുവുമായിരുന്നു. ആ ഇതിൽ നിന്നാണ് കർത്താവ് എന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്നെന്ന് പറഞ്ഞാൽ ഐ എം ടോക്കിംഗ് അബൌട്ട് 34 years ago. അന്ന് ആസ് എ യങ് ബോയ് 12ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു കർത്താവിനെ അംഗീകരിക്കുകയും വീട്ടിൽ നിന്ന് എന്നെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തെരുവിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് ഒരു ന്യൂസ് പേപ്പർ ബാഗും, ജോയിയാറിനൊക്കെ ഈ കഥ നന്നായിട്ടറിയാം, ഈ ഒരു ന്യൂസ് പേപ്പർ ബാഗും പിന്നെ കുറച്ച് തുണിയും ഒരു ബൈബിളും മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൊണ്ട് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പോകുമ്പോൾ അന്ന് ജോയിയാറും ഉണ്ടായിരുന്നു. ആ ട്രെയിനില് 3 ദിവസം പട്ടിണിയിരുന്ന് 44-45 ഡിഗ്രി ചൂടത്താണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഗുർഗാവിൽ നിന്ന് ഈ പന്നി വണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടിയുണ്ട്, ഓട്ടോറിക്ഷയുടെ വലിയൊരു സാധനം. അതിൽ കയറി ഞങ്ങൾ ഈ പൊടിയും മണ്ണും അടിച്ച് ദൻകോട്ടിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹരിയാന ഗുർഗാവിലോട്ട് പോകുമ്പോൾ, അബ്സല്യൂട്ട്ലി അന്ന് ആ ക്യാമ്പസിലോട്ട് എത്തിക്കഴിയുമ്പോൾ എൻ്റെ നാവ് ഉണങ്ങിയിട്ട് അണ്ണാക്കിനോട് പറ്റിയിരുന്ന അവിടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു ഇന്ന പൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആ പൈപ്പിന്റെ മൂട്ടിൽ കിടന്ന് വെള്ളം കുടിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഈ ജോയിയാറിന് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്നത്. ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നുവെങ്കിൽ അത് എന്റെ മെറിറ്റ് അല്ല. ഐ ആം റെഡി ടു കൺഫെസ് ദിസ് ഫാക്ട് ആസ് എ റിയാലിറ്റി ഇൻ ദിസ് വേ. God raises the poor from the dust and makes them to be seated along with the princes of his people for his glory according to the praise of his will. ദൈവത്തിന്റെ പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്നത് അവന്റെ കരുണയുടെ പുറത്താണ്. അവൻ നമുക്ക് കരുണ കാണിച്ചത് കൊണ്ട്, അതുകൊണ്ടാണ് വചനം പറയുന്നത് ചിലപ്പോഴൊക്കെ എവിടെ നിന്ന് നിങ്ങളെ അവൻ കൊണ്ടുവന്നു എന്ന് തിരിഞ്ഞൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മളെല്ലാവരും ഇവിടെ വന്നു. ലോകത്ത് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഹെൽത്ത് സിസ്റ്റം, ബെസ്റ്റ് ഫുഡ്, ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ബെസ്റ്റ് സെക്യൂരിറ്റി എല്ലാം നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ പറയട്ടെ, ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റിയിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ പഠിക്കാനാണ് ഞാൻ വന്നപ്പോൾ $7 ഓസ്ട്രേലിയൻ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓക്കെ, $7 ഓസ്ട്രേലിയൻ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. I don't know how many of you will go for that. ചിലപ്പോൾ മലയാളികളും ഇന്ത്യൻസ് അത് ചെയ്യും. കാരണം we believe in God. നമ്മൾ റിയലി ബിലീവ് ഇൻ ഗാഡ്. ഇവിടെ ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ താമസിക്കാൻ ഒരു സ്ഥലമില്ല. അതൊന്നും പറയാതിരിക്കുന്നതല്ല. കാരണം നമുക്ക് സമയം ഈ മെസ്സേജ് പറയണമല്ലോ. ആ അവസ്ഥയിൽ നിന്ന് ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എന്റെ കഴിവെന്ന് ഞാൻ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞ ഇടി വെട്ടും തലയില്, അങ്ങനെ വേണം പറയാൻ. കാരണം എന്താന്ന് ചോദിച്ചാല് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നതല്ലാതെ ഒന്നുമില്ല. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ചിന്തകൾക്കനുസരിച്ചോ, നമ്മുടെ കുടുംബ മേന്മ കൊണ്ടോ, നമ്മുടെ ആത്മീയത കൊണ്ടോ, നമ്മുടെ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ ശുദ്ധികൾ കൊണ്ടോ അല്ല ദൈവം നമ്മളെ മാനിച്ചത്. പ്രത്യുത അവന്റെ കൃപയുടെ ആധിക്യപ്രകാരം, അവന്റെ കൃപയുടെ ബഹുല്യത നിമിത്തം ക്രിസ്തയേശുവിലൂടെ അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട്, ഉലക സ്ഥാപനത്തിന് മുൻപേ കണ്ടതുകൊണ്ട്, നമ്മളിൽ സ്നേഹം തോന്നുവാൻ അവന് തോന്നിയത് കൊണ്ട്, അവന്റെ പ്ലാനിൽ നമ്മളെ ഉൾപ്പെടുത്തിയത് കൊണ്ട്, അവന് വേണ്ടി പ്രേഷ്യസ് ആയിട്ടുള്ളവരെന്ന് അവൻ കണ്ടതുകൊണ്ട് നമ്മുടെ മേൽ അവൻ അനുഗ്രഹം ചൊരിഞ്ഞു. 1 പടി മുതൽ പടി 1 എന്ന്, 1 പടി മുതൽ 2 പടി 3 പടി 4 പടി എന്ന് ദൈവം നമ്മളെ ഓരോ നാളും അനുഗ്രഹിച്ചു. നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ചു, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ശുദ്ധകൃപ കൊണ്ട് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും യാക്കോബേ,
ഭയപ്പെടേണ്ട, നിന്നെ നിർമ്മിച്ചവനും നിന്റെ യഹോവയായ ദൈവം നിന്നെ സൃഷ്ടിച്ചവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, തീയിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. തീജ്വാല നിന്റെ മേൽ കത്തുകയില്ല, വെള്ളം നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. കാരണം എന്താണ്? I am the Lord your God is with you. And 5-ാം വാക്യത്തിൽ പറയുന്നത്, because you are precious in my sight. Because you are precious in my sight. Precious എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? Something that is rare, something that is incalculable, something that's value is invaluable. എന്ന് പറഞ്ഞാൽ വാല്യൂ നിർണയിക്കുവാൻ കഴിയാത്ത ഒരു ജെമ്മാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, God made you to be the workmanship. He created us in Christ Jesus to be his workmanship എന്നാണ്. Workmanship എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മാസ്റ്റർ പീസ് എന്നാണ്. മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൃഷ്ടാവിന്റെ ഇല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിനെയാണ് നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. റോമാലേഖനത്തെ മാഗ്നം കാറ്റ എന്ന് പറയും. കാരണം എന്താന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലന്റെ മാസ്റ്റർ പീസ് ആണ് റോമാലേഖനം എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2:10 നമ്മളോട് പറയുന്നത്, യു ആർ ദ വർക്ക്മാൻഷിപ്പ്, മീനിങ് യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗാഡ്. ഈ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇച്ചിരി കളർ കുറഞ്ഞാ പിന്നെ പ്രശ്നം, വണ്ണം കൂടിയാ കുഴപ്പമാ, പല്ല് വീണാ കുഴപ്പമാ, മുടി പൊഴിഞ്ഞാ കുഴപ്പമാ, ഇതെല്ലാം കുഴപ്പമാണ്. നമ്മൾ പിന്നെ നോക്കിയിട്ട് അയ്യേ സൗന്ദര്യം കുറഞ്ഞു പോയി, അയ്യേ കുടുംബമേന്മ കുറഞ്ഞു പോയി, അയ്യേ പേര് പറയാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവം എന്നെയും നിന്നെയും നിന്റെ മുഖത്തെയും നിന്റെ സ്കിന്നിനെയും നിന്റെ കുടുംബത്തെയും നോക്കിക്കൊണ്ട് പറയാണ്, യു ആർ ദ ബെസ്റ്റ് പീസ് ഓഫ് മൈ ക്രിയേഷൻ ഓൺ ദി എർത്ത്. You are the best piece of my creation on the earth because you are precious in my sight. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 2-ാമത്തെ വിഷയം ഞാൻ പറഞ്ഞു വന്നത്, ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിൽ സ്ഥാപിതമായിരിക്കുന്ന പ്ലാൻ ആണ് ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നമ്മുടെ മെറിറ്റിലല്ല അത് സ്ഥാപിതമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളെ തന്നെ കുറ്റം ചുമത്താതെ, rather hold on to the gracious promise of God. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബാബിലോണിലായിരിക്കുന്ന ദൈവജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയാണ്, നിങ്ങള് ബാബിലോണിലേക്ക് പോയതും നിങ്ങളെ അയച്ചതും എന്റെ കാര്യപരിപാടി പ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം ചുമത്താതെ, നിങ്ങൾ നിങ്ങളെ തന്നെ ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യാതെ, നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാതെ, കണ്ടം ചെയ്യാതെ, ഒതുക്കി നിർത്താതെ എന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമുക്ക് തുടർന്നും കർത്താവിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാം. അവന്റെ ഗുഡ് പ്രോമിസിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നുവെങ്കിൽ ഏത് കഷ്ടാവസ്ഥയിലും നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള കഴിവും ധൈര്യവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. So first of all I said gracious promise comes with a plan. Second, it comes with a plan of grace. മൂന്നാമത്, it comes with a plan of prosperity. വായിക്കാം നമുക്ക് 11-ാം വാക്യം 29, യിരെമ്യാ പ്രവചനം 29:11 ലേറ്റർ പാർട്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്. For I know the plans I have for you, declares the Lord. Plans to prosper you, not to harm you. Okay, നമുക്ക് അവിടെ നിർത്താം. Plans to prosper you. Now, നിങ്ങളിപ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. പാസ്റ്റർ സേവ്യറും പ്രോസ്പെറിറ്റി പരിപാടി തുടങ്ങി. നിങ്ങൾ എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയത്തില്ല, പലർക്ക് എന്നെ അറിയാം. എങ്കിലും പ്രോസ്പെറിറ്റി പരിപാടി തുടങ്ങി. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിൽ പ്രോസ്പെറിറ്റി എന്നൊരു സംഗതി ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രോസ്പെറിറ്റി അല്ല പ്രോസ്പെറിറ്റി. അതാ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലാൻസ് ടു പ്രോസ്പർ യു. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് പ്രോസ്പെറിറ്റി. എന്താണ് പ്രോസ്പെറിറ്റി? ഇന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാല് റെഡിമെയ്ഡ് പ്രോസ്പെറിറ്റിയാണ്.
ഇല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് എന്ന് പറയാം, ടിപ്സ് ടു ഗെറ്റ് ടു ദാറ്റ്. ഒരു ദിവസം നമ്മൾ ഇമെയിൽ തുറന്നു കഴിഞ്ഞാൽ, ബിക്കോസ് വി ലിവ് ഇൻ പുഷ്ഡ് കമ്മ്യൂണിക്കേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എല്ലാം നമ്മൾ കാണുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം. വാട്സപ്പ് തുറക്ക്, 1200 ഗ്രൂപ്പിലാണ് ഞാൻ മെമ്പർ. സോറി, ഞാൻ എക്സാജറേറ്റഡ് കേട്ടോ. പലതും ഞാൻ ഇടയ്ക്കിടെ എക്സിറ്റ് ചെയ്യും. അപ്പൊ അവർ പറയും, പാസ്റ്റർ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താണ് പാസ്റ്ററെ? ഓക്കെ, പിന്നെയും ചേർന്നു. വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ദിവസം ഒരു 30 മെസ്സേജ് ഇങ്ങോട്ട് പുഷ് ചെയ്തോണ്ടിരിക്കുക. വെദർ വി റീഡ് ഇറ്റ് ഓർ നോട്ട്, വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. അതർവൈസ് ആകെ സംഭവിക്കുന്നത് ഫോണിന്റെ മെമ്മറി പോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം മോശമാണെന്നല്ല പറഞ്ഞു വരുന്നേ എല്ലാരും ഇന്ന് കൊടുക്കുന്നത് ടിപ്സ് ആണ്. ടിപ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഓസ്ട്രേലിയൻ കോൺഫറൻസ് ആണ്. അതിൽ 3 സ്പീക്കേഴ്സാണ്. അതിൽ ഒരു സ്പീക്കർ ഞാൻ. അപ്പൊ അതിൽ അവർക്ക് അവര് തീമുണ്ടായി. ആ തീമിൽ നിന്ന് സംസാരിക്കുവാൻ തന്നത് എന്താന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ഡ്രീമിനെ കുറിച്ചാണ്. അപ്പൊ ഓസ്ട്രേലിയൻ ഡ്രീം എന്താണെന്നത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓസ്ട്രേലിയൻ മേജർ ഡ്രീം അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡ്രീം എന്ന് പറയുന്നത് 1/2 ഏക്കർ ലാൻഡില് ഒരു വീടും ബാർബിക്യൂവും ബാക്ക്യാർഡും ഗാർഡനും എല്ലാം കൂടെയാണ്. അതാണ് ഓസ്ട്രേലിയൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആബ്സല്യൂട്ട് മെറ്റീരിയലിസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയാമോ, നമ്മുടെ എല്ലാത്തിനും ആത്മീയ കാര്യങ്ങൾക്ക് ഷോർട്ട് കട്ട് വേണം. അതുപോലെ തന്നെ മറ്റ് ഏത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾക്ക് ഷോർട്ട് കട്ട് വേണം, അതേ വെൽത്തിന് ഷോർട്ട് കട്ട് വേണം. അങ്ങനത്തെ ഒരു പെട്ടെന്ന് എങ്ങനെ എല്ലാം ശരിയാക്കി എടുക്കാം എന്നുള്ള പറയുന്ന ഒരു പ്രോസ്പെരിറ്റി അല്ല വേദപുസ്തകം പറയുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എല്ലാം ദൈവം ചെയ്യും. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മയാണ്. അത് പ്രാപിക്കുക, അനുഭവിക്കുക, സന്തോഷിക്കുക. അതിൽ എനിക്ക് ഒരു പിണക്കവുമില്ല. പക്ഷേ അത് മാത്രമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് തെറ്റ്. ഇവിടെ ദൈവം പറയുകയാണ്, I will give you the plans to prosper you. Plans of prosperity. പ്രോസ്പെരിറ്റിയുടെ അർത്ഥം ഇതാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോസ്പെരിറ്റിയുടെ അർത്ഥം ഇതാണ്: God's provision to accomplish what he has called you to do, or having enough to be able to accomplish what the Lord has called you to do. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചതും ദൈവം നമ്മളെ ഏൽപ്പിച്ചു തന്നതും അതേ കമ്മീഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുള്ള റീസോഴ്സസ് ദൈവം നമുക്ക് നൽകി തരും. അതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് കഴിക്കുവാൻ, കുടിക്കുവാൻ, സുവിശേഷം പറയുവാൻ, അതുപോലെ മക്കളെ പഠിപ്പിക്കുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുവാനുള്ള ആത്മീയമായ ഭൗതികമായ മാൻ പവറായി എല്ലാ നിലകളിലുമുള്ള പ്രൊവിഷൻ ദൈവം നമുക്ക് നൽകി തരും. അതാണ് പ്രോസ്പെരിറ്റി. ഇവിടെ ദൈവത്തിന്റെ ജനത്തോട്, മിസ്രൈമിൽ പ്രവാസത്തിൽ അടിമകളെ പോലെ പാർക്കുന്ന ജനത്തോട് പറയുകയാണ്, I have a plan and the plan has a compartment. That compartment is a plan for prosperity. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം തരുന്നതാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. സദൃശ എക്ലീസിയാസ്റ്റിസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരംഭം മുതൽ അവസാനം വരെ ഈ മനുഷ്യൻ സൊലൊമോൻ പറയുന്നത് മായ 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 മായ, എല്ലാം മായ, എല്ലാം മായ. അപ്പൊ ചിലർ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പറയും ശലോമോൻ എല്ലാം ഉണ്ടായിരുന്നു, അവസാനം പുള്ളി പറയും എല്ലാം മായ, എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടാ പുള്ളി പറയുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, അതിന്റെ അവസാന അധ്യായത്തിൽ നിന്ന് പുറകോട്ട് വായിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് എന്താണെന്നറിയാമോ? വിതൗട്ട് ക്രൈസ്റ്റ് എവറിത്തിങ് ഈസ് മായ. Without Christ, everything is meaningful. Under the heaven, on the earth, everything is meaningless if there is no God with us. അതുകൊണ്ടാണ് യോസഫിന്റെ കഥയെടുത്താലും ദാനിയേലിന്റെ കഥയെടുത്താലും ദാവീദിന്റെ കഥയെടുത്താലും അതെല്ലാം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? യോസഫിന്റെ കഥയിൽ 3 വട്ടം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അവൻ ദൈവത്തോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം പ്രോസ്പർ ആകും. ദൈവം അവനോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം നടക്കും. ദൈവത്തിന്റെ പേരിൽ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, I have a plan to prosper you. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ,
വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ? നിങ്ങളുടെ ജീവിതത്തിന്റെ കറന്റ് അവസ്ഥ എന്താണ്? ഓസ്ട്രേലിയയിൽ നമുക്ക് പല മീൻസ് ആണുള്ളത്, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് അവർ സിറ്റുവേഷൻ ടുഡേ? ഇറ്റ്സ് നോട്ട് ഓൺലി ഫൈനാൻഷ്യൽ. ആത്മീയമായ പ്രോസ്പെരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യത്തിൽ നിന്ന്, അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യാൽ ഇങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. 70 വർഷത്തിന് മുൻപ് 70 വർഷത്തിന് മുൻപ് ബാബിലോണിലേക്ക് കടന്നുപോയ ആ തലമുറ വയസ്സായി, ആരോഗ്യം നഷ്ടപ്പെട്ട്, പുഷ്ടി നഷ്ടപ്പെട്ട്, ആത്മീയ പ്രത്യാശ നഷ്ടപ്പെട്ട്, ഇങ്ങനെ രണ്ടാം ജനറേഷൻ വന്നു. അവർക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അറിയത്തില്ല. യാവയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ യഹോവയായ ദൈവം എന്തൊക്കെ ചെയ്തു വന്നോ, അവനെ വ്യക്തിപരമായി അനുഭവിച്ചോ ഒരു ശീലവുമില്ല. ആ ജനത്തോടാണ് ദൈവം പറയുന്നത്, ഐ ഹാവ് എ പ്ലാൻ ടു പ്രോസ്പർ യു എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും പ്രത്യാശപരമായും ആത്മീയമായും തളർന്ന് അവശമായി, ഒരു പ്രത്യാശയുമില്ലാതെ, ഒരു പോംവഴിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മുറുമുറുത്തുകൊണ്ട്, പിറുപിറുത്തുകൊണ്ട്, കംപ്ലൈന്റ് ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ പ്രമാണങ്ങളും മറന്നുകൊണ്ട് ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ കഴിയാതിരിക്കുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, ഐ വിൽ ബ്രിങ് prosperity into your life. Meaning എന്താണെന്നറിയാമോ? സങ്കീർത്തനങ്ങൾ 1:4 പറഞ്ഞിരിക്കുന്നത് പോലെ, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവൻ എങ്ങനെ ഇരിക്കും? ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം പോലെ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതും വെയിലിൽ വാടിപ്പോകാത്തതുമായ മരം പോലെ എന്ന് പറഞ്ഞാൽ പുഷ്ടി, ആത്മീയമായ ഫ്ലറിഷിംഗ്, ആത്മീയമായ ഗ്രോത്ത്, ആത്മീയമായ ചൈതന്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ 12 സ്പൈസിനെ മോസസ് അയച്ചു കഴിഞ്ഞിട്ട് 12 ഒറ്റുകാരെ അയച്ചല്ലോ കാനാൻ ദേശം ഒറ്റു നോക്കാൻ. അതിൽ 2 പേര് തിരിച്ചു വന്നിട്ട് നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഒരാളാണ് കാലേബ്. അവസാനം ഈ ലാൻഡ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, കാനാൻ ദേശം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലാരും നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ വെട്ടിപ്പിടിക്കുക. ഇപ്പൊ കാലേബിനോടും മോശയുമായിട്ടുള്ള കോൺവെർസേഷനിൽ കാലേബ് പറയുകയാണ്, മോശെ, 40 വയസ്സുള്ളപ്പം ഞാൻ നിന്റെ അടുത്ത് ജോയിൻ ചെയ്തതാ. ഓക്കെ, നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എത്ര ഫാസ്റ്റ് ആയിട്ട് പായുമെന്നും യുദ്ധം ചെയ്യുമെന്നും വാളെടുത്ത് വായിറ്റുമെന്നും ഒക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്ക് വയസ്സ് 80. എന്നിട്ട് കാലേബ് പറഞ്ഞ എന്താണെന്നറിയാമോ? Give me the mountains, I will conquer it. 80ാമത്തെ വയസ്സിൽ 18 വയസ്സിന്റെ സാമർഥ്യത്തോടും ചങ്കൂറ്റത്തോടും എനർജിയോടും സ്ട്രെങ്തോടും കൂടെ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കുന്ന കാലേബ് പറഞ്ഞ എന്താണെന്നറിയാമോ? 40 വയസ്സിൽ യുദ്ധം ചെയ്യുവാൻ എത്ര ശക്തി എനിക്കുണ്ടായിരുന്നുവോ അതുപോലെ ഞാൻ ഇന്നും നിന്നോടുകൂടെ നിന്റെ കൽപ്പന പ്രകാരം മോശെ ഞാൻ യുദ്ധം ചെയ്യും. Give me the mountains, I will conquer it. നമ്മള് ഈ യുദ്ധത്തിന്റെ പെരുപ്പം എത്ര മാസമാണെന്നറിയാമോ? ഞാൻ അടക്കം മുഴുത്ത മാനസാന്തരം 3 മാസം ഇല്ലെങ്കിൽ 3 വർഷം. അത് കഴിയുമ്പോൾ സ്ലോലി, പ്രത്യേകിച്ച് നമ്മളൊരു വീടൊക്കെ ആയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പിന്നെ പരിപാടിയെല്ലാം മടക്കി കുത്തി നമ്മൾ വേറൊരു ലെവലിലോട്ട് അങ്ങ് പോവുകയാണ്. ഞാൻ അടക്കം കേട്ടോ, നിങ്ങൾ മാത്രം കുറ്റം പറയാൽ, എല്ലാവരും അങ്ങനെ തന്നെ. വായ് ഇവിടെ ചങ്കൂറ്റത്തോടുകൂടെ ദൈവത്തിന്റെ പ്രോമിസിൽ ചതഞ്ഞു കൂടി, ഒതുങ്ങിക്കൂടി, അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി മുൻപോട്ട് പോകാൻ പ്രത്യാശയില്ല, ഇനി മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന് കാത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നോ 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 നോ, that's not the plan, death is not the plan, you are not going to end. നിന്റെ വഴികളെല്ലാം അടഞ്ഞിട്ടില്ല, നിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല. പ്രത്യുത, you are in a strange land, but I have a plan for you, plan to prosper you and continue
to make you strong, continue to make you prosperous, continue to make you to have enough resources so that you will shine for my glory one more time. സിംസോൺ ചോദിച്ചതുപോലെ ഇന്ന് രാത്രികാലം നമുക്ക് ചോദിക്കാമോ ദൈവമക്കളെ, Lord, can you have mercy upon me one more time? Can you have mercy upon me one more time? Can you bring me back into that strength in which I said, എനിക്ക് കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇപ്പൊ വാലുമടക്കി എനിക്കിനി ഇതിനോടൊന്നും താല്പര്യമില്ല, മടുത്തു. ക്രിസ്ത്യാനിറ്റിയിൽ വന്നതോടെ, ചർച്ചിൽ കയറിയതോടെ പ്രശ്നങ്ങളായി. പാസ്റ്റർ പ്രശ്നം, അതേ വിശ്വാസികൾ പ്രശ്നം, എല്ലാം പ്രശ്നം, കുടുംബം പ്രശ്നം, ജോലി പ്രശ്നം, എല്ലാം നിർത്തിവെച്ചു. ഇനി നല്ലൊരു വിശ്വാസിയായിട്ട് ഇരുന്നാൽ മതി. അതെന്താണെന്നറിയാമോ? ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കിക്കോണം, ബാക്ക് ബെഞ്ചില് എല്ലാ തീരുമാനങ്ങളും കുറ്റം പറഞ്ഞ, എല്ലാവർക്കും പ്രോബ്ലമായി ഒതുങ്ങിക്കൂടി ഇരിക്കാനുള്ള പദ്ധതിയാണത്. ദൈവത്തിന്റെ പൈതലേ, put on your strength. Put on your strength. The Lord is calling you to put on your strength, to identify the call of God upon your life, to renew the commitments that you have made with the Lord. And the Lord is calling, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒതുങ്ങിക്കൂടാനല്ല, സാഹചര്യങ്ങൾ കണ്ടിട്ട് ഭ്രമിച്ചു നോക്കാനല്ല, പ്രത്യുത ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിച്ച് ദൈവത്തിന്റെ ധൈര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അവന്റെ ശക്തിയോടുകൂടെ മതിലുകളെ ചാടിക്കടക്കുവാൻ, മൗണ്ടൻസിനെ പിടിച്ചടക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നെ അവൻ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നിന്നെ അവൻ ഒരിക്കലും ഓടിപ്പോകാൻ സമ്മതിക്കത്തില്ല. അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കെട്ടുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടോ നിങ്ങള്? പണ്ട് ചില വിശ്വാസികൾ ഇങ്ങനെയാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഈ രാജാക്കന്മാര് ലാൻഡ് ഇങ്ങനെ കൊടുക്കും, ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കും. കൊടുത്തിട്ട് അതിന്റെ ഒരു ഷെയർ എന്ത് ചെയ്യണം? ആ വിളവിന്റെ ഒരു ഷെയർ ഈ കൃഷി ചെയ്യുന്നവർ രാജാവിന് തിരിച്ചു കൊടുക്കണം. ചില പിശുക്കന്മാരുണ്ട്, അവരെന്ത് ചെയ്യുന്നറിയാമോ? കൊടുക്കത്തില്ല, രാജാവിന് ഷെയർ കൊടുക്കത്തില്ല. അപ്പൊ രാജാവ് ഇവരെ പിടിച്ചോണ്ട് വന്നിട്ട് ഓപ്ഷൻ എന്ന് പറയും, ഒന്നേ കരം കെട്ടുക, അതാണ് ഷെയർ, ഒന്നേ കരം കെട്ടുക, ഇല്ലെങ്കിൽ എക്സ് നമ്പർ ഓഫ് അടി കൊള്ളുക, അതും വേണ്ടെങ്കിൽ പുളി കുടിക്കുക, പുളിവെള്ളം. അപ്പൊ ഇങ്ങനെ വലിയ ഈ കണ്ടെയ്നറിൽ പുളി കലക്കി വെച്ചിരിക്കും, അത് കുടിക്കുക. അപ്പൊ പിശുക്കൻ എന്ത് പറയും എന്നറിയാമോ? ആദ്യം ഞാൻ അടി കൊള്ളാന്ന് പറയും, ഇല്ലെങ്കിൽ പുളി കുടിക്കാന്ന് പറയും. അപ്പൊ 4 അടി മുതുകത്ത് വീണ് കഴിയുമ്പോ പറയും, രാജാവേ യജമാനനെ മതി, ഇനി ഞാൻ എന്ത് ചെയ്യാം? പുളി കുടിക്കാമെന്ന് പറയും. അപ്പൊ പുളി കുടിക്കുമ്പോൾ ഒരു 5-6 ലിറ്റർ കുടിക്കും. വലിച്ചു കുടിച്ചു കഴിയുമ്പോൾ ഇതെങ്ങോട്ട് തീരാനാ? അപ്പൊ പറയും, ഇനി ഞാൻ കരം കെട്ടിക്കൊള്ളാന്ന് പറയും. ചില വിശ്വാസികള് ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയാണ്. നേരത്തെ കർത്താവെ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യത്തില്ല. അതെല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട്, ഇതെല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് പിള്ളേരെല്ലാം വളർന്നു കഴിയുമ്പോ, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ കർത്താവിനെ ഓർക്ക എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും, കർത്താവേ എന്റെ വാർദ്ധക്യത്തിൽ റിട്ടയർമെന്റ് കാലത്ത് കാശെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇരിക്കുമ്പോൾ, പിള്ളേരെല്ലാം വളർന്ന് കൊച്ചുമക്കളെയൊക്കെ നോക്കി ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിന്നെ സ്തുതിക്കും, നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും. അതല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് നിന്റെ യൗവന കാലത്ത് കർത്താവിനെ അറിയണം. ഉള്ളതിൽ, ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഒരു ഭാഗം, നിന്റെ എനർജിയിൽ ഒരു ഭാഗം, നിന്റെ സമയത്തിൽ ഒരു ഭാഗം, നിന്റെ കുടുംബത്തിൽ ഒരു ഭാഗം, നിന്റെ കാശിൽ ഒരു ഭാഗം, നിന്റെ ഫൈനാൻസിൽ ഒരു ഭാഗം, നിനക്ക് ഇന്നെന്ത് ചെയ്യാൻ പറ്റുന്നില്ലയോ അതിന് നീ ഒരു നാളും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കണമെങ്കിൽ ഇപ്പൊ കൊടുക്കുക, ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യുക. ഇപ്പോഴാണ് ഫ്ലെക്സിബിലിറ്റിയുടെ ടൈം എന്ന് പറയുന്നത്. സോ God wants you to have prosperity in terms of flourishing, in terms of pushti, in terms of fruitfulness, and then in terms of resources to have enough to accomplish what God called you to do. So it's a plan of grace, it's a plan of prosperity, and then it's a plan of peace. 11 വാക്യം, plans to prosper you and not to harm you. ചിലരൊക്കെ ചിന്തിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആള് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആളും നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത് പോലെ റിയാക്ട് ചെയ്യുന്ന ആളും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ കരുണയും
ദൈവത്തിന്റെ ഗുഡ്നെസ് നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങളെ ഞാൻ തിയോളജി പഠിക്കാൻ ബൈബിൾ കോളേജിലോട്ട് വിളിക്കുകയല്ല, എങ്കിലും 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഫസ്റ്റ് ഫിലോസഫറും ഫസ്റ്റ് ചിന്തകനും 168ഓളം ബുക്ക് എഴുതിയിട്ടുള്ള ഒരു ദൈവദാസനാണ് ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോ. അദ്ദേഹം പറഞ്ഞത്, ദൈവം സ്നേഹമാണ്, ദൈവം ഗുഡ് ആണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ആണ്. ദൈവത്തിന്റെ ഹോൾനെസ് എന്ന് പറയുന്നത് ഗുഡ് ആണ്. ആ ഗുഡ് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ആഴവും നീളവും വീതിയും ഉയരവും അറിയണമെങ്കിൽ ദൈവം ഈ ഗുഡ്നെസിന്റെ അകത്ത് നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഈവിളൂടെ ഇൻക്ലൂഡ് ചെയ്തു. അത്ര വലിയ മനസ്സാ ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ പോരായ്മകളെയും അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള വലിയ ഹൃദയമുള്ള, ആ ഹൃദയത്തിന്റെ അടിത്തട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഗുഡ്നെസ്സും സ്നേഹവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നില്ല. അവന്റെ ചിന്തകൾ ഡിഫറെന്റ് ആണ്, നമ്മുടെ വഴികൾ ഡിഫറെന്റ് ആണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നോട്ട് ടു ഹാം യു. ദൈവത്തിന്റെ നിഘണ്ടുകൾ നശിപ്പിക്കൽ എന്നുള്ള ചിന്തയിൽ എന്ന് പറഞ്ഞാല് ഇതിനെ നമ്മൾ തിയോളജി പറയും ബെനിവലൻസ് ഓഫ് ഗോഡ് എന്നാ പറയുന്നത്. ഗോഡ് തിങ്സ് ഓൺലി ഗുഡ് ഫോർ ദോസ് ഹി ലവ്സ് എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം നന്മ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ദൈവം തിന്മ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഹി ഡസ് നോട്ട് വിത്ത്ഹോൾഡ് എനി ഗുഡ് ഫ്രം us. അത് മാത്രമല്ല, വേറൊരു ഭാഗത്ത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എവറി ഗുഡ് ഗിഫ്റ്റ്, എവറി പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം ദ ഫാദർ. എല്ലാ നന്മകളും കടന്നു വരുന്നത് നമ്മുടെ പിതാവിനിൽ നിന്നാണ്. അത്രയും ഗുഡ്നെസ് ഉള്ള ദൈവം ഒരിക്കലും നിന്നെയും എന്നെയും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പൈതലേ, even when you wanted to destroy yourself, even when you wanted to addict yourself into some destruction, the Lord is gracious to you, not to harm you, but he wanted to build you and construct you and bring you into the track. ചില സമയത്ത് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ, ഞാൻ തിരക്ക് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും തിരക്കുള്ളവരാണെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ സൺഡേയില് ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഫുള്ള് സാധാരണ ഞാൻ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോകും, 6 മണിക്ക് തിരിച്ചു വരും. 7 മണി തൊട്ട് പിന്നെ 9 മണി വരെ എനിക്ക് നൈറ്റ് ക്ലാസ് മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നാളെ രാത്രി എനിക്കൊന്നുമില്ല, മറ്റൊന്ന് രാത്രി പിന്നെയും ഉണ്ട്. സോ അങ്ങനെ ഉള്ള ഈ ബിസി ഷെഡ്യൂളിന്റെ അകത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ഓട്ടം എവിടാ ചെന്ന് നിൽക്കാൻ പോകുന്നേ? ചിലരൊക്കെ ചിന്തിക്കുക, രാവിലെ നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുക, നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ്, ഇല്ലെങ്കിൽ ചിലർ കല്യാണം കഴിച്ചിരിക്കുന്ന ടിവിനെയാണ്, മറ്റു ചിലർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഫോണിനെയാ. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, എന്റെ കയ്യിൽ എല്ലാം ഉണ്ട് കേട്ടോ, എന്റെ പിള്ളേർക്കുണ്ട്, എനിക്കുണ്ട്, വൈഫിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആരും നമ്മളെ തന്നെ ഗിവിൻ ചെയ്യേണ്ടത് ഈ ഇൻസ്ട്രുമെന്റ്സിനെ ഒന്നുമല്ല. ഉള്ള സമയത്തിൽ കർത്താവിന് വേണ്ടിയുടെ സമയം കൊടുക്കുക, ഉള്ള സമയത്തിൽ വചനം ധ്യാനിക്കുവാൻ, അവന്റെ നല്ല വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വെക്കുവാൻ കൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദൈവം പറയുന്നത് not to harm you, in other words to give you peace. പഴയ നിയമത്തിലെ, പെട്ടെന്ന് ഞാൻ പറയാം, പഴയ നിയമത്തിലെ കോൺസെപ്റ്റ് ഓഫ് പീസ് എന്ന് പറയുന്നത് സറൗണ്ടിങ് ഡിസ്ട്രക്ഷൻസിൽ നിന്നെല്ലാം ദൈവം സേഫ് ആക്കുക. ഇപ്പൊ നമ്മളായിരിക്കുന്നത് പാൻഡമിക് ആണ്. COVID-19 ഓഫ് കോഴ്സ് എത്രയോ ക്രിസ്ത്യൻസിന് ഇത് പിടിച്ചു. എങ്കിലും അതിന്റെയൊക്കെ നടുവിൽ കർത്താവ് നമ്മളെയും നമുക്കുള്ളവരെയും ഒക്കെ കാത്തില്ലേ, സൂക്ഷിച്ചില്ലേ? ഈവൻ വന്നെങ്കിലും അതിന് ഹീലിംഗ് തന്നില്ലേ? ദൈവം നടത്തിയില്ലേ? വഴികൾ തുറന്ന് സഹായിച്ചില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നശിക്കാനല്ല, നന്നാകുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ഫ്ലറിഷ് ആകുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ശോഭിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഓർക്കുക, he does not want you to perish. He does want you to be constructed, built in, rooted up and grounded in the word of truth, in the truth of the Holy Spirit, and continue to pursue the goodness of God in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുവാൻ തക്കവണ്ണം അവനെ നമ്മൾ പിന്തുടരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ഇറ്റ്സ് എ പ്ലാൻ ഓഫ് പീസ്. നമ്മുടെ നാട്ടിലേക്ക് ഈ പാർട്ടിക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ, വെട്ടുകൊണ്ടൊക്കെ മരിക്കുമ്പോൾ അവരുടെ കല്ലറയിലൊക്കെ എഴുതി വെക്കും റെസ്റ്റ് ഇൻ പീസ് ബൈ പീസ് എന്നൊക്കെ പോലെയാ എഴുതുന്നേ. കാരണം വെട്ടി നുറുക്കിയ. പണ്ടൊരു ഫാമിലി ഉണ്ടായിരുന്നെന്നാ പറയുന്നേ. കല്യാണം കഴിച്ചു, 2-3 വർഷമൊക്കെ നല്ല സന്തോഷം. പിന്നെ സന്തോഷം കഴിഞ്ഞു, എല്ലാവരും പിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി, മരിക്കുന്നത് വരെ പ്രശ്നങ്ങളാ, കശാപ്പിശ. അവസാനം എന്ത് ചെയ്യുന്ന, അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോ അപ്പച്ചൻ പറഞ്ഞിരുന്നു, എന്റെ കല്ലറ സ്റ്റോണിൽ അല്ലെങ്കിൽ ഗ്രേവ് സ്റ്റോണിൽ എഴുതണം റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മച്ചി നല്ലൊരു ഫ്യൂണറലൊക്കെ കൊടുത്തിട്ട് സ്റ്റോണിൽ ഇങ്ങനെ എഴുതി വെച്ചു റെസ്റ്റ് ഇൻ പീസ്. പിന്നെ ഫ്യൂണറെല്ലാം കഴിഞ്ഞിട്ട് അമ്മച്ചി വീട്ടിൽ പോയി. ഒരു സമാധാനവും ഇല്ല. എന്താണെന്നറിയാമോ? ഭയങ്കര പീസായി പോയി. വീട്ടിൽ വഴക്കൂടാൻ ആരുമില്ല, ഭയങ്കര സ്വസ്ഥതയായിപ്പോയി. അമ്മച്ചി എന്തെന്നറിയാമോ? ഒരു പെന്നും എടുത്തു, പെയിന്റും ബ്രഷും എടുത്തുകൊണ്ട് ഓടി കലറൊക്കെ പോയിട്ട് അമ്മച്ചി എഴുതുകയാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് എഴുതിയതിന്റെ അടിയിൽ എഴുതി അൺടിൽ ഐ ജോയിൻ യു എന്ന് എഴുതി. ഞാൻ ജോയിൻ ചെയ്യുന്നത് വരെ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അവിടെയും വഴക്കാണ്. ചിലരുടെയൊക്കെ ജീവിതം ഇതുപോലാണ്. അങ്ങനെ ആക്കി തീർക്കല്ലേ ദൈവമക്കളെ. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? പീസ്. ചുറ്റുപാടിൽ തിന്മകൾ വ്യാപരിക്കുമ്പോൾ, ചുറ്റുപാടിൽ പ്രശ്നങ്ങൾ വ്യാപരിക്കുമ്പോൾ, സർക്കംസ്റ്റാൻസ് ഫേവറബിൾ ആയി നിൽക്കാതിരിക്കുമ്പോൾ, ജോലിയിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ചർച്ചിൽ പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, അവിടെയും ആ പ്രശ്നത്തിന്റെ നടിയിൽ, സിംഹത്തിന്റെ കുഴിയിൽ, അഗ്നികുണ്ഡത്തിന്റെ മേൽ നടുവിൽ അതേ സമാധാനത്തോടും സ്വസ്ഥതയോടും ഉറങ്ങുവാനും അതേ റെസ്റ്റ് എടുക്കുവാനും കഴിയുന്ന വെർച്വയാണ് ദൈവം തരുന്ന പീസ് എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ Christ is our peace. The peace that passes all understanding is our foundation. He is filling our hearts and minds and soul. Therefore, continue to trust in the Lord and hold on to Him. It's a plan of peace for your life. No matter what is going on in your life, but the Lord is giving you peace. അടുത്തതായിട്ട് it's a plan of hope. നോക്കിക്കൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് give you hope and a future. ദൈവത്തിന്റെ ഗ്രേഷ്യസ് പ്രോമിസിൽ ഹോപ്പ് ഉണ്ട്. ഈ ലോകത്തിന് ഏറ്റവും കൈമോശം വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പീസും ഹോപ്പും. ഹോപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് മുൻപോട്ട് കാണുവാൻ കഴിയാത്തതിനെ കാണുവാൻ കഴിയുന്ന വെർച്വയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ, മുൻപോട്ട് പോകുവാൻ വഴിയില്ലെന്ന് തോന്നുമ്പോൾ, വാതിലുകളെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, വേറൊരു പോംവഴി ഇല്ല എന്ന് തോന്നുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം അന്ധകാരം എന്ന് തോന്നുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ എല്ലാ സാഹചര്യങ്ങൾക്കപ്പുറമായി, അടഞ്ഞ വാതിലുകൾക്കപ്പുറമായി ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്ന ആ വലിയൊരു വെർച്വയാണ്, കഴിവാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് അവർ ഹോപ്പ്. ആ ഹോപ്പിലോട് നോക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇന്ന് രാത്രികാലം if you are sitting in your home or wherever you are thinking that there is nothing left for me, എല്ലാ വഴികളും അടഞ്ഞു, സാഹചര്യങ്ങളൊന്നും ഫേവറബിൾ അല്ല, കാര്യങ്ങളൊന്നും ചിന്തിച്ചതുപോലെ മുന്നോട്ട് പോകാൻ പോകുന്നില്ല, കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാണ്, ഇങ്ങനെ പോയാൽ എല്ലാം തകരുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, സർവശക്തനായ ദൈവം, ഇസ്രായേലിന്റെയും യഹൂദയുടെയും ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം നിന്നോട് പറയുന്നു, ഒന്നും തകർന്നിട്ടില്ല, ഒന്നും അടഞ്ഞിട്ടില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും ഏതഗ്നിയുടെ നടുവിലും ഇറങ്ങി വന്ന് മൂന്നാമനായി നിന്റെ മുൻപിൽ നിന്നുകൊണ്ട് തീയുടെ ദൈവമായ ദൈവം, വെള്ളത്തിന്റെ ദൈവമായ ദൈവം, പാഞ്ഞൊഴുകുന്ന ഒഴുക്കിന്റെ ദൈവമായ ദൈവം, പ്രശ്നങ്ങളുടെ ദൈവമായ ദൈവം നിന്നെ നടത്തുവാൻ കഴിവുള്ളവനാണെന്നുള്ള വസ്തുത നീ തിരിച്ചറിയുക. Praise the Lord. It's a plan of hope. You have a hope. നമ്മൾ നശിക്കുവാൻ പോകുന്നവരല്ല. ഇവിടെ കൊറോണ ബാധിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ട് പറയാം, ഈ കാര്യങ്ങളൊക്കെ തീരുന്ന കാലം വരും.
നല്ല കാലം വരും, നല്ല സമയം വരും. There is going to be a time. I'll get there. Australian way of saying I'll get there. Even എല്ലാം തകർന്ന് ഫൗണ്ടേഷൻ ഇളകി വീഴുമ്പോഴും ഓസ്ട്രേലിയൻസ് പറയുന്നത് എന്താണെന്നറിയാമോ? I'll get there. Where? That's the future. The future looks bright in Christ Jesus our Lord. അവസാനമായി a plan of future. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഫ്യൂച്ചർ ആണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ത്രെറ്റനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഫിയർ, ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, ഈ കാര്യങ്ങളെല്ലാം വരാൻ കാരണം ഹോപ്പില്ലാത്ത അവസ്ഥ വരുമ്പോൾ, ഫ്യൂച്ചറിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. നാളത്തെ സാമ്പത്തിക നില നമുക്കറിയത്തില്ല. നാളത്തെ ലോകത്തിന്റെ അവസ്ഥ നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമോ, സിഡ്നിയില് ഇത് പറയുന്നത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, സിഡ്നിയില് പാൻഡമിക്കില് COVID-19 വന്ന സമയത്ത് ഒരു പാസ്റ്റർ 200 കിലോ അരി, ഞാൻ കുറ്റായിട്ട് പറയാല്ലോ കേട്ടോ, എല്ലാവരും സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് സത്യം, 200 കിലോ അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചു. അത് പൂത്തു പോയിട്ടുണ്ടാവും ഇപ്പൊ. ഓക്കെ, അതല്ല വിഷയം. കാരണം എന്താന്ന് വെച്ചാൽ വേണ്ടെന്നല്ല പറയുന്നത്, വേണം സ്റ്റോറിങ് അപ്പ് ഒക്കെ വേണം. പക്ഷേ ഇതെവിടെന്നാ വരുന്നതെന്നറിയാമോ? പേടിയിൽ നിന്നാ. ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ള ധൈര്യം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം, I do not know what the future holds for you, but one thing I know for sure, the Lord of glory, our Savior, is holding our future. Hello, you may not know what is going to happen next. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, നെക്സ്റ്റ് മിനിറ്റിൽ ഞാൻ ശ്വാസം എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. But one thing is for sure, the Lord whom I am preaching in my spirit and in my strength is the Lord who is holding my future. What can I be afraid of? ധൈര്യപ്പെട്, കർത്താവിൽ ഉറയ്ക്ക്, ക്ലൗഡുകളെല്ലാം മാറും. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 34 വർഷം വിൽഡർനെസ് എന്ന പോലെ, വെള്ളമില്ലായ്മ എന്ന പോലെ, കഷ്ടം, നിരാശ, ഏകാന്തത, ദുഃഖം, അങ്ങനത്തെ അവസ്ഥയിലൂടെ 34 വർഷം എന്ന് പറയണ്ട, ഒരു 10, 15, 20 വർഷം ആ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആര് സഹായിക്കുമെന്ന് അറിയത്തില്ല, ആരൊരു കൈ തരുമെന്നറിയാത്ത ആ അവസ്ഥയിലൊക്കെ എന്റെ മനസ്സിനെ ഭരിച്ച ഒരു വാക്യം ഇതാണ്: ഇസ്രായേലിനെ കാക്കുന്നവൻ ഉടങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും ഞാൻ പറയുമായിരുന്നു, ദൈവം തരാത്തതൊന്നും എനിക്ക് വേണ്ടെന്ന്. ദൈവത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാമോ, ദൈവം എല്ലാം തന്നു. ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റാത്ത വിധം കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ചു, എന്നെയും അനുഗ്രഹിച്ചു. What I am coming to say is this: കഴിഞ്ഞ 34 വർഷം എന്റെ കർത്താവ് കൂരിരുട്ടും താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞ പോലെ, കഴിഞ്ഞ 34 വർഷം അവൻ എന്നെ നടത്തിയ വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു 34 വർഷം ധൈര്യത്തോടെ പിടിച്ചു നിൽക്കേണ്ട ശക്തി ഇന്ന് രാത്രികാലം എനിക്കുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുക, 34 വർഷം കുപ്പയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ആരുടെയും സഹായമില്ലാതെ ദൈവത്തിന്റെ കരവലയത്തിൽ എന്നെ കാത്ത്, ആ വചനം പറയുന്നത് പോലെ നിന്നെ ഞാൻ എന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന വചനപ്രകാരം കൈപിടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുവരെയും കൊണ്ടുവന്ന കർത്താവ്. ഞാൻ പറയട്ടെ, പണ്ട് രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഞാന് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് ഞാനൊരു ചർച്ചില്, തിരുവനന്തപുരത്തിൽ ഒരു ചർച്ചില്, അവിടെ ഒരു ബൈബിൾ കോളേജാണ്, ബൈബിൾ സ്കൂളാണ്. 3 ദിവസം ആ ചർച്ചിൽ വെച്ചാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ താമസിക്കുകയാണ്. 3-ാം ദിവസം ബുധനാഴ്ചയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ പോവും. എനിക്ക് പോകാൻ ഒരു വഴിയില്ല. ചില പാസ്റ്റർമാരുടെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പോവായിരുന്നു. ഒരു ദിവസം എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ലായിരുന്നു. ഞാൻ ആ പള്ളിയിൽ തന്നെ കിടന്നു. രാത്രിയായപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, വിശപ്പും തണുപ്പും, ആകെ ഉള്ളത് ഉടുപ്പും, 1-2 ഉടുപ്പും പാൻസും ഒക്കെയാണ്, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ
സത്യമായിട്ടും ദൈവത്തിന്റെ ആസ് എ യങ് ബോയ് ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞത് ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകളിൽ ആ കണ്ണുനീരിന്റെ ചൂടുകള് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലെങ്കില് ഞാൻ എൻ്റെ വഴിക്ക് പോകും, വേറൊരു നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞ് ശരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിറ്ററലി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഒരു വലിയൊരു വാം ഫീലിംഗ് എന്നെ സറൗണ്ട് ചെയ്ത് ഐ വെന്റ് ഇൻ ടു എ ഡീപ് സ്ലീപ്പ്. ആ ഉറക്കത്തിൽ ഒരു വ്യക്തി എന്റെ മുന്നിൽ, ഞാനിങ്ങനെ കിടക്കുകയാണ്, ഒരു വ്യക്തി എന്റെ മുന്നേ വന്നു നിന്നിട്ട് പറയുകയാണ്, സേവ്യറെ എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഡ്രീമിലാട്ടോ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് കൈ എൻ്റെ തോളത്തിട്ടിട്ട് പറഞ്ഞു, യു ആർ നോട്ട് അലോൺ, ഐ ആം ഹിയർ, ലിറ്ററലി ഐ ആം ഹിയർ, ഐ ആം വിത്ത് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് രണ്ട് കാര്യം എന്നോട് പറഞ്ഞു. ഒന്ന്, നിന്നെ ഞാൻ അയക്കുന്നു, നീ പോകണമെന്ന് പറഞ്ഞു. ചോദ്യം ചോദിക്കാൻ പാടില്ല. ഐ എം ഗോയിങ് ടു സെൻഡ് യു, യു ജസ്റ്റ് ഗോ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? യു വിൽ ബിക്കം ലൈറ്റ് ടു ദ നേഷൻസ്, യു വിൽ സ്പീക്ക് ടു മെനി മെനി hundreds and thousands of people in the days to come. ഞാൻ പറയട്ടെ, രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് യേശുവേ ഇല്ല. കാരണം എന്താണെന്നറിയാമോ? നീഡ് അതല്ലായിരുന്നു. രണ്ടാമത് കർത്താവ് പറഞ്ഞത് അതെന്താന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റ് ഈ ഡ്രീം ഇങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് എന്നിൽ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ അന്നുണ്ടായിരുന്ന തുണികളെല്ലാം ആ ന്യൂസ് പേപ്പർ ബാഗിൽ തന്നെ ഇട്ട് പൊതിഞ്ഞ് ഞാൻ റെഡിയായിരിക്കുകയാണ്. ആരോ വരുന്നു, എന്നെ കൊണ്ടുപോകും, ഞാൻ പോകാൻ പോവുകയാണ് ഈ ചർച്ചയിൽ നിന്ന് പറഞ്ഞ് ഒരുങ്ങിയിരുന്നു. 9 മണിയായി, ആരും വന്നില്ല. 9 മണിയൊക്കെ കഴിഞ്ഞപ്പോ ഒരാള് അവിടുന്ന് വരുന്നു. ആ പുള്ളി, അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു. നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വന്നത്. ആ പാസ്റ്റർ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഈ ചർച്ചിന്റെ, അതൊരു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചായിരുന്നു, ഈ ചർച്ചിന്റെ പാസ്റ്റർ എവിടെ താമസിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അദ്ദേഹം ആറാട്ടുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ കൊണ്ടുപോയി അവര് സംസാരിക്കുകയാണ്. നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദൈവദാസൻ ഈ ദൈവദാസനെ ഇവിടെ അയച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഞാൻ താമസിച്ചിരുന്ന ആ ചർച്ചിന്റെ പാസ്റ്റർ എന്നെ നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചോണ്ടിരുന്ന പയ്യ എന്നാണ്. പയ്യ, ചെക്കനെ എന്ന് വിളിക്കുന്ന പോലെ, പയ്യ നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ 120% പ്രാവശ്യം ഞാൻ ഇത് റെഡിയാക്കി പൊതിഞ്ഞെല്ലാം വെച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ വന്ന ദൈവദാസൻ തിരുവനന്തപുരത്ത് നിന്ന്, അതായത് വെള്ളട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 7 രൂപ 50 പൈസയോ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങി, KSRTC ബസ്സിൽ ടിക്കറ്റ് വാങ്ങി 40 രൂപയ്ക്ക് ഒരു റെക്സിൻ ബാഗ് മേടിച്ച് എന്റെ സാധനങ്ങളെല്ലാം അതിന്റെ അകത്ത് വെച്ച് നെടുമങ്ങാട്ട് കൊണ്ടുവന്ന് ആ ദൈവദാസിന്റെ വീട്ടിൽ എന്നെ ചേർത്തു. അന്ന് ദൈവം തന്ന ലിഫ്റ്റ് ഇന്നുവരെയും എന്നെ താഴെ നിർത്തിയിട്ടില്ല. ദൈവത്തിന്റെ വേദലേ, future is in God's hand. Don't worry about your future. Don't worry about your children's future. Don't worry about anything of your life. Worry about the kingdom. Worry about the kingdom of God. Worry about the glory of God. Worry about the word of God. Worry about the ministry of God. Everything will fall in place. ഇന്ന് രാത്രികാലം ഞാൻ നിർത്താൻ പോവാണ്. Tough situations of life വരുമ്പോൾ, അന്ധകാരം നിങ്ങളെ സറൗണ്ട് ചെയ്യുമ്പോൾ, ചോദ്യങ്ങൾ ഉയരുമ്പോൾ, മനസ്സിന്റെ ശബ്ദം ഉയരുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ ദൈവമേ നീ എവിടെ എന്ന് ചോദിക്കുവാൻ ഉള്ള മനസ്സ് വിശ്വാസിക്കുണ്ടാകുമ്പോൾ, sit down and seek the gracious promise of God. Hold on to the faithful words of God. It has a plan for you. It has the grace needed for you. It's a plan of grace. It's a plan of prosperity for you. It's a plan of peace for you. It's a plan of hope for you. It's a plan of future for you. Because He lives, we can face tomorrow. Because He lives, I can face tomorrow. All fear is gone because we are standing on the solid foundation of the grace of God, that is Christ Jesus our Lord. Never, never surrender. Never, never give in. Stand like a lion for the kingdom of God. May God
continue to give you grace to hold on to the good promise of God that is gracious. Thank you so much for this time. May God continue to bless you all. Thank you.